ഹായ്, ഫേസ്ലെസ് ആണ്. കോഴിക്കോട് നടന്ന അതിക്രൂരമായ ഒരു കൊലപാതകമാണ് 2-3 ദിവസങ്ങളായിട്ട് നമ്മളെ അലട്ടുന്നത്. 50 വയസ്സുകാരിയായ സുബൈദയെ അവരുടെ സ്വന്തം മകൻ ആഷിഖ് വെട്ടിക്കൊലപ്പെടുത്തി. സുബൈദ ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സഹോദരിയുടെ വീട്ടില് വിശ്രമത്തിലായിരുന്നു. അവര് സഹോദരിയുടെ വീട്ടിലേക്ക് മാറാൻ തന്നെ കാരണം ഈ പറയുന്ന ആഷിഖാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഈ ആഷിക്ക് അയൽവാസിയായിട്ടുള്ള ഒരാളോട് തെങ്ങ് മുറിക്കാനാന്ന് പറഞ്ഞിട്ട് ഒരു കത്തി മീൻസ് ഈ തെങ്ങൊക്കെ മുറിക്കുന്ന രൂപത്തിലുള്ള കത്തി അത് വാങ്ങിച്ചിട്ട് അതുപയോഗിച്ചാണ് ഇദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഉച്ചയ്ക്ക് 2:30 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പ്രകോപനവുമില്ല. തേങ്ങ പൊളിക്കാനാണെന്ന് പറഞ്ഞ് കുടുവാള് വാങ്ങിക്കൊണ്ടുവന്ന് ഉമ്മയുടെ കഴുത്തിൽ വെട്ടുന്നത്. ശബ്ദം കേട്ട് നാട്ടുകാരെല്ലാം ഓടിയെത്തി ആഷിക്കിനെ പിടികൂടിയിട്ട് താമരശ്ശേരി പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഈ അറസ്റ്റ് സമയത്ത് ആഷിക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട് അവിടെ ഉള്ളവരോട്: എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ അവർക്ക് കൊടുത്തത്, അതിന്റെ ശിക്ഷ കൊലപാതകമാണ്, ഞാൻ അത് നടപ്പാക്കിയത്. ഇതിൽ നിന്നും ഏതു തരത്തിലുള്ള മയക്കുമരുന്നാണ് ഉപയോഗിച്ചത്, അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും പോലീസിന് വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല. കൂടുതൽ പ്രതികരിക്കാൻ പ്രതി തയ്യാറാകുന്നില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഈ പയ്യൻ ശരിക്കും പറഞ്ഞ നല്ല കുട്ടിയായിട്ട് വളർന്നു വന്ന ഒരു പയ്യനാണ്. ഇവന്റെ ഉമ്മ വീട്ടുപണിക്ക് പോയിട്ടാണ് ഇവനെ വളർത്തിയത്, ഉപ്പയില്ലായിരുന്നതുകൊണ്ട്. അങ്ങനെ ഇവരൊരു വീട് വരെ വെച്ചു. അവിടെയായിരുന്നു ഈ അമ്മയും മകനും കഴിഞ്ഞിരുന്നത്. ഈ മകൻ എന്തു പറഞ്ഞാലും അമ്മ വാങ്ങിക്കൊടുത്തിരുന്നു. അവന് പുതിയ ബൈക്ക് വേണമെന്ന് പറഞ്ഞാൽ പുതിയ ബൈക്ക്, അങ്ങനെ എന്തും വാങ്ങിക്കൊടുത്താണ് അമ്മ. അത്രയും സ്നേഹത്തോടു കൂടിയാണ് ഈ പയ്യനെ വളർത്തിയിരുന്നത്. ഇവനും അതുപോലെ തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു. സമൂഹത്തില് ആ നാട്ടുകാര് മൊത്തത്തിൽ പറയുന്നത് ഇവനെ കുറിച്ച് അത്രയും നല്ല ഒരു അഭിപ്രായമാണ് ഇവന്റെ ഈ മയക്കുമരുന്ന് എടുക്കുന്നതിന് മുമ്പുള്ളത്. പക്ഷേ ഇവന്റെ +2 പഠനത്തിന് ശേഷം ഇവൻ ഉന്നത പഠനത്തിന് പോയപ്പോഴാണ് ഈ മയക്കുമരുന്ന് കൂട്ടുകെട്ടിലേക്ക് പെടുന്നതും അവിടെ വെച്ച് ഇവൻ മയക്കുമരുന്ന് ആദ്യമായി ട്രൈ ചെയ്യുന്നതും. അതിനുശേഷം പിന്നീട് ഒരിക്കലും ഇവൻ നോർമൽ ആയിട്ടില്ല. ഈ മരുന്നാടി തുടങ്ങിയതിന് ശേഷം ഇവിടെ അടിയാണ്. വന്നാല് കച്ചറ ഉണ്ടാവും. ഉമ്മനെ പ്രാവശ്യം അടിച്ച് ശരിയാക്കി മുഖത്ത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഓന് പിന്നെ അടിവാരത്തുനിന്ന് കുറച്ച് ആളുകളും കൂടി വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പലപ്പോഴും ഈ അമ്മയെ ഇവൻ മയക്കുമരുന്ന് മേടിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടി പല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആളാണ്. ഇതിനു മുമ്പും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും അമ്മേനെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ആഷിഖ്. എന്താണെങ്കിലും അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഡി അഡിക്ഷൻ സെന്ററിൽ ഈ പയ്യനെ കൊണ്ടുവന്ന് ആക്കിയത്. അത് നാട്ടിലൊക്കെ കുറെ സ്ഥലത്ത് കൊണ്ടു നടന്നു. അവിടെ ഒന്നും ഇവൻ രക്ഷപ്പെടാതായപ്പോ ബാംഗ്ലൂരിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് അവിടേക്ക് കൊടുത്തുവിട്ട് നന്നാക്കാൻ വിട്ടതാണ്. പക്ഷെ ഇവൻ അവിടുന്നും യാതൊരുവിധ ഫലങ്ങളും ഇല്ലാതെ പുറത്തിറങ്ങി വന്ന് ഇപ്പോ ഈ പരിപാടി ചെയ്തിരിക്കുന്നു. എന്താണെങ്കിലും ഇക്കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിലായിട്ട് പുറത്തു വരും. പക്ഷെ വളരെ ദാരുണമായ ഒരു സംഭവമാണ്. കാരണം അവരുടെ അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും